ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെറുപയർ പായസം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് കാരമലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ശർക്കരയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് 1 കപ്പോളം ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ, അതുപോലെ ഇതിൻ്റെ കളറ് മാറി വരുന്നവരെ നന്നായിട്ടിതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം, ആ ചെറുപയർ പരിപ്പിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ നല്ലതുപോലെ വറുത്തെടുക്കുക. നമ്മൾ നോർമലി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ശർക്കരയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു പായസമാണ് കേട്ടോ. ഇപ്പോൾ ചെറുപയർ പരിപ്പിൻ്റെ ആ ലോങ് പ്രോസസ്സ് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക്, ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ സിംഗിളായിട്ട് താമസിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വറുത്തെടുത്തിട്ടുള്ള ചെറുപയർ പരിപ്പുണ്ടല്ലോ, ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാമേ. എന്നിട്ട് അതിലേക്ക് വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളവും ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതിയാവുമേ. ഇപ്പോൾ ഇത് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അതിൽ പ്രഷർ കളഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പരിപ്പൊക്കെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാരമലൈസേഷൻ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 3-4 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ടാവും. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ബട്ടറും നെയ്യൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പായസത്തിന് നമുക്ക് നല്ലൊരു അരോമയാണ് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പ് പായസം ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കാരമലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിപ്പികളാണ് വേണ്ടത്, അതൊക്കെ ഒന്ന് താഴെ പറ്റുമെങ്കിൽ കമൻ്റായിട്ടും കൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്താ ഇഷ്ടം, എന്താ ഇഷ്ടമില്ലാത്ത, അതൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ടും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പായസം ഭയങ്കര ഷുഗറിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്, ഒട്ടും ഹെൽത്തി അല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി പായസത്തിൻ്റെ റെസിപ്പി ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പോളം ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് കാരമലൈസ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് ഷുഗറൊക്കെ നല്ലതുപോലെ കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാം ഒരുപോലെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 2 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ നോർമലി ഉള്ള ഫ്രഷ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടെ തന്നെ 3-4 ഏലക്കായ, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചുക്കുപൊടി കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ കുറുക്കി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ തിളയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൈവിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ നോർമൽ
നോർമൽ ചെറുപയർ പരിപ്പിൻ്റെ അതേ ഒരു ടേസ്റ്റും മണമൊക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ ചെറുപയർ പരിപ്പിൻ്റെ ആ ഒരു കളറ് കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നമ്മുടെ നോർമൽ ചെറുപയർ പരിപ്പിന് അതേ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള കാരമൽ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി റെസിപ്പി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടും നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്